ടൗണിലെ വലിയ 6 നില കെട്ടിടം. ആ കെട്ടിടത്തിനു മുൻപിലേക്ക് രാവിലെ 10 മണിയോടുകൂടി ഒരു പുതുപുത്തൻ BMW കാർ വന്ന് നിൽക്കുന്നു. കറുപ്പ് ബ്രാൻഡഡ് ഷർട്ടും ജീൻസിന്റെ പാന്റുമിട്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഡോർ തുറന്നു പുറത്തിറങ്ങി. കറുകറുത്ത മുടിയും കട്ടിത്താടിയും വെളുത്ത നിറവും ദൂരെ വരെ പരക്കുന്ന അത്തറിന്റെ മണവുമൊക്കെയായി കോടീശ്വരനിൽ കോടീശ്വരനായ യുവാവ്. JP എന്ന ആളുകൾ ചുരുക്കി വിളിക്കുന്ന ജയപ്രകാശ്. അതെ, JP വലിയൊരു കോടീശ്വരനാണ്. ദർശന സിൽക്സ് എന്ന സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയാണ് JP. പ്രായം 35 കഴിഞ്ഞെങ്കിലും JP ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല. അതിനൊരു കാരണവുമുണ്ട്. വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു JPക്ക്. എല്ലാ കാമുകന്മാരെയും പോലെ തന്നെ തന്റെ പ്രിയതമയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ അവനെ തനിച്ചാക്കി എന്നേക്കുമായി അവൾ ഈ ലോകത്ത് നിന്നും യാത്രയായി. വളരെ വൈകിയാണ് അവളുടെ മരണം അവൻ അറിഞ്ഞതെങ്കിലും അവളുടെ ഓർമ്മകൾ ഇന്നും അവന്റെ മനസ്സിൽ എണ്ണ വറ്റാത്ത വിളക്കിലെ തിരി പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൾ മരണപ്പെട്ട വിഷമത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്ന പോലെ JP തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അങ്ങനെ ഇരിക്കെ ഒരു ബിസിനസ് ടൂർ കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണത്തിലായിരുന്നെങ്കിലും JP രാവിലെ തന്നെ ഓഫീസിലെത്തി. അവൻ അകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി സല്യൂട്ട് കാണിച്ചുകൊണ്ട് ഡോർ തുറന്നുകൊടുത്തു. അവൻ നേരെ ലിഫ്റ്റിൽ കയറി ചെന്നത് 3-ാം നിലയിലുള്ള അവന്റെ ക്യാബിനിലേക്കാണ്. അവിടെ എത്തി മേശപ്പുറത്തുണ്ടായിരുന്ന 1-2 ഫയൽ നോക്കാനെടുത്തപ്പോഴാണ് JPയുടെ ഉറ്റ കൂട്ടുകാരനും മാനേജറുമായ ബെന്നി JPയുടെ ക്യാബിനിലേക്ക് കടന്നു വന്നത്. ഫയൽ നോക്കുന്ന തിരക്കിലായിരുന്ന JP ബെന്നി ക്യാബിനിലേക്ക് വന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഹലോ JP സാർ. കയ്യിലിരുന്ന ഫയലുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ബെന്നി JPയെ വിളിച്ചു. അപ്പോഴാണ് JP തന്റെ മുന്നിൽ നിൽക്കുന്ന ബെന്നിയെ കണ്ടത്. ആ ബെന്നി, നീ വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇരിക്കടാ. JP തന്റെ കൂട്ടുകാരനും മാനേജറുമായ ബെന്നിയോട് സ്നേഹത്തോടെ പറഞ്ഞു. ബെന്നി JPയുടെ മുന്നിലുള്ള കസേരയിലിരുന്നു. താൻ കൊണ്ടുവന്ന ഫയലുകൾ JPയുടെ മുന്നിലേക്ക് നീട്ടി. ഇതൊന്ന് സൈൻ ചെയ്ത് വെക്കണം, ഇന്ന് അയക്കാനുള്ള ഓർഡറുകളാണ്, ബെന്നി പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ബിസിനസ് ടൂർ? JP അത് വാങ്ങി പരിശോധിക്കുന്നതിനിടയിൽ ബെന്നി ചോദിച്ചു. നന്നായിരുന്നു. കുറച്ച് ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒക്കെ അടുത്ത ആഴ്ച ഇറങ്ങും. അല്ല, എന്തായി ബെന്നി പുതിയ സ്റ്റാഫിന്റെ കാര്യം? ഇടയ്ക്ക് പെട്ടെന്നെന്തോ ഓർമ്മയിലേക്ക് വന്നതുപോലെ JP ചോദിച്ചു. ഞാനത് പറയാൻ മറന്നു. ഒരു പെൺകുട്ടി ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു. ആള് വളരെ സ്മാർട്ടാണ്. ബാക്കി നിന്നോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതി, ബെന്നി പറഞ്ഞു. നിനക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് എന്താ നോക്കാനുള്ളത്? നമുക്ക് അപ്പോയിന്റ് ചെയ്യാമല്ലോ. സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികളെയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. എന്നാൽ പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്തോട്ടെ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഇവിടേക്ക് വരാൻ പറയൂ, JP ബെന്നിയോട് പറഞ്ഞു. ശരി JP, ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം, ബെന്നി കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് JPയോട് പറഞ്ഞു. ബെന്നി പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി JPയുടെ ക്യാബിന്റെ മുന്നിലെത്തി ഡോറിൽ തട്ടി. മേ ഐ കമ്മിങ് സാർ? അവൾ ചോദിച്ചു. യെസ് കമ്മിങ്. JP തന്റെ കൈ ഉയർത്തി അവളോട് വരാൻ പറഞ്ഞു. അവൾ ഡോർ തുറന്ന് JPയുടെ അടുത്തേക്ക് നടന്നു. ഒരു മഞ്ഞ നിറത്തിലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു സൈഡ് ബാഗും തോളിലിട്ട് തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന പെൺകുട്ടിയെ JP ഫയൽ നോക്കുന്നതിനിടയിൽ ഒന്ന് നോക്കി. പെട്ടെന്ന് അവളിൽ എന്തോ ഒരു ആകർഷണം പോലെ അവന് തോന്നി. അവൻ ഒന്നുകൂടെ അവളെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴേക്കും അവൾ അവന്റെ മുന്നിലെത്തിയിരുന്നു. അവന്റെ ആ നോട്ടം പെട്ടെന്ന് അവളുടെ കണ്ണുകളിലേക്കാണ് പതിഞ്ഞത്. അതെ, ആ പെൺകുട്ടിയുടെ കണ്ണുകൾക്ക് JPയെ ആകർഷിക്കാൻ തരത്തിലുള്ള എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തന്റെ മുന്നിലെത്തി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് JP ഒരു നിമിഷം എന്തോ ഒരു അതിശയത്തോടെ നോക്കി നിന്നുപോയി. ഒരല്പ നിമിഷത്തേക്ക് JPയുടെ ഓർമ്മകൾ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അവൻ പരിസരം തന്നെ മറന്നു. അതെ, ആ കണ്ണുകളിൽ അവന് കാണാമായിരുന്നു അവനെ തനിച്ചാക്കി മരണപ്പെട്ടുപോയ, ഇപ്പോഴും അവന്റെ ഹൃദയത്തിന്റെ താളമായ അവന്റെ പ്രിയതമയുടെ ഓർമ്മകൾ. സാർ. ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന JPയെ കണ്ടപ്പോൾ അവൾ ഒന്ന് വിളിച്ചു. അവൾ വിളിച്ചപ്പോഴാണ് JP ആ സ്വപ്നലോകത്തിൽ നിന്നും തിരിച്ചു വന്നത്. വരൂ. JP തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈനീട്ടി ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഹലോ, എന്താ കുട്ടിയുടെ പേര്? JP ചോദിച്ചു. മൃദുല, അവൾ പറഞ്ഞു. മൃദുല, ഇരിക്കൂ. മൃദുലക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? JP ചോദിച്ചു. ഉണ്ട് സാർ, ഒരു ജോലി ഇപ്പോൾ എനിക്ക് അത്യാവശ്യമാണ്, മൃദുല പറഞ്ഞു. കാര്യങ്ങളൊക്കെ എന്നോട് ബെന്നി പറഞ്ഞു. അവന് ഓക്കെ ആണെങ്കിൽ എനിക്ക് മറ്റു ഫോർമാലിറ്റീസ് ഒന്നും നോക്കാനില്ല. പിന്നെ കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. മൃദുല നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ, JP അവളോട് പറഞ്ഞു. അപ്പോഴും JP അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. സാർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? JP ഒന്നും ചോദിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു. ശരി മൃദുല, എന്നാൽ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, JP പറഞ്ഞു. താങ്ക് യു സാർ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ? അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് JPയോട് പറഞ്ഞു. ഓക്കെ,
JP അവളെ നോക്കി ചിരിച്ചു. അവൾ അവിടെ നിന്നും പോയെങ്കിലും ആ കണ്ണുകൾ JPയുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയിരുന്നു. മൃദുല തന്റെ മുന്നിലിരുന്ന ആ കുറച്ചു നിമിഷങ്ങൾ തന്റെ കഴിഞ്ഞ കാലത്തിലെ തന്റെ കാമുകിയോടൊപ്പമുള്ള കുറെ നല്ല നിമിഷങ്ങളിലേക്കാണ് അവനെ കൊണ്ടെത്തിച്ചത്. തന്റെ കസേരയിൽ ചാരിയിരുന്ന് അവൻ ആ കഴിഞ്ഞുപോയ നല്ല കാലം മനസ്സിലേക്ക് ഓർത്തെടുത്തു. പക്ഷേ JPയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴേക്കും ഉയർന്നു വന്നിരുന്നു. ഇവിടുത്തെ ജോലി തനിക്ക് വേണോ, അതോ മറ്റെവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കണോ? ഓണർ ആളൊരു പെൺകോന്തനാണോ? കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നല്ലോ. ഇനി വേറെ വല്ല ഉദ്ദേശവും വെച്ചായിരിക്കുമോ ജോലി തരുന്നത്? എന്നാലും എന്തായിരിക്കും അയാൾ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത്? മനസ്സിൽ JPയെ കുറിച്ച് സംശയങ്ങളോടെയാണ് അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. മൃദുല തിരിച്ച് വീട്ടിലെത്തി. അമ്മ വീട്ടിൽ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ അവിടെ? ജോലി ശരിയായോ? വീട്ടിലേക്ക് കയറിയ പാടെ തന്നെ അമ്മ അവളോട് ചോദിച്ചു. ഓ, കുഴപ്പമൊന്നുമില്ലായിരുന്നമ്മേ. നാളെ തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു സാലറിയും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ജോലിക്ക് പോണോ വേണ്ടേ എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ. അവൾ പറഞ്ഞു നിർത്തി. എന്തു പറ്റി മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ അവളോട് ചോദിച്ചു. ഏയ്, പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. അവൾ ചിന്തിച്ചത് JPയുടെ തറപ്പിച്ചുള്ള നോട്ടമായിരുന്നു. എന്തു പറ്റി? അമ്മ അപ്പോൾ അവളോട് ചോദിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അതിന്റെ മുതലാളി എന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ അവിടേക്ക് കയറിയപ്പോൾ ഉള്ള അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നി. എന്തോ അയാൾ പെൺകുട്ടികളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. അതാണ് ഞാൻ ജോലിക്ക് പോണോ പോണ്ടേ എന്ന് ചിന്തിച്ചത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം ഓർക്കുമ്പോൾ എന്തു ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അവൾ അമ്മയോട് പറഞ്ഞു. മോളെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അവിടെ പോവണ്ട. ഒരു ജോലി തരുന്നുണ്ട് എന്ന് കരുതി അവർക്ക് എന്തുമാവാം എന്നുള്ളതല്ലല്ലോ. മോൾക്ക് ശരി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ, അമ്മ പറഞ്ഞു. അല്പനേരം അവൾ ചിന്തിച്ചു. എന്നിട്ട് അവൾ അമ്മയോട് പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മേ. ഇനി ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണെങ്കിലോ? തോന്നിയതാവാൻ വഴിയില്ല. അയാൾ കുറെ നേരം എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. ഇനി ആള് ചിലപ്പോൾ വേറെ എന്തോ ആലോചിച്ച് നോക്കിയതാണോ എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം അമ്മേ. അമ്മയ്ക്കുള്ള മരുന്നും പിന്നെ ഓർഫനേജിലെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ അതും ഒരു കഷ്ടമല്ലേ. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഓടി വരുന്നത് നമ്മുടെ അടുത്തു നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ കരുതിയിട്ടല്ലേ. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അമ്മേ. നാളെ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ അത് അപ്പോൾ നോക്കാം. അവൾ തന്റെ മനസ്സിനെ സ്വയം ധൈര്യപ്പെടുത്തി അമ്മയോട് പറഞ്ഞു. മോളെ, ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു പാവമാണ്. പിന്നെ മോള് സൂക്ഷിക്കണം. കുറച്ചു ദിവസം മോള് നോക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കാം, അമ്മ പറഞ്ഞു. ശരി അമ്മേ, എന്തായാലും ഞാൻ ആ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്ന് പോയി വരാം. അമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം, മൃദുല ചോദിച്ചു. ഇല്ല മോളെ, എനിക്കും വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തീരെ വയ്യ. എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും മോള് പൊയ്ക്കോ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം, അമ്മ പറഞ്ഞു. അന്ന് വൈകുന്നേരം JP സിറ്റിയിൽ ബ്ലോക്ക് ആയത് കാരണം മറ്റൊരു വഴിക്കാണ് കാറുമായി ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോയത്. വാഹനങ്ങളൊന്നും അധികം സഞ്ചരിക്കാത്ത റോഡാണ്. JP അതുവഴി കാറുമായി പോകുന്നതിനിടയിൽ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്നും കുട്ടികളുടെ വലിയ ശബ്ദം കേട്ട് JP കാറിൽ നിന്നും തിരിഞ്ഞു നോക്കി. ആ കോമ്പൗണ്ടിന്റെ ഗേറ്റിനിടയിൽ കൂടി എന്തോ കണ്ട് JP കാർ പെട്ടെന്ന് അവിടെ ചവിട്ടി നിർത്തി അല്പം പിന്നോട്ടെടുത്തു. ഗേറ്റിന് മുൻവശത്ത് വണ്ടി നിർത്തി. JP കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഗേറ്റിനുള്ളിൽ കൂടി സൂക്ഷിച്ചു നോക്കി. ഒരുപാട് കുരുന്നു കുട്ടികളുടെ ഇടയിൽ മഞ്ഞ ഡ്രസ്സിട്ട് ഒരു പെൺകുട്ടി അവരോടൊപ്പം കളിക്കുന്നു, പാട്ടുപാടുന്നു. JP ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി. അവൻ ആശ്ചര്യപ്പെട്ടു. ഇത് മൃദുലയല്ലേ, ഇന്ന് പുതിയതായി തന്റെ ഓഫീസിൽ ചാർജ് എടുത്ത പെൺകുട്ടി? അതെ, അത് അവൾ തന്നെയാണ്. ഇതൊരു ഓർഫനേജ് ആണല്ലോ. ഇവൾ എന്തായിരിക്കും ഇവിടെ? അവൻ മനസ്സിലോർത്തു. അതിനിടയ്ക്ക് അവൾ ബാഗിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തു പൊളിച്ചു. അവിടെ കൂടി നിന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി അവളുടെ കയ്യിൽ നിന്നും എന്തോ വാങ്ങുന്നുണ്ട്. അത് ചോക്ലേറ്റ് ആണെന്ന് അവന് മനസ്സിലായി. അവളുടെയും ആ കുഞ്ഞുങ്ങളുടെയും കളിയും ചിരിയും അവൻ നോക്കി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ഹോൺ മുഴങ്ങിയത്. സൈഡ് മിററിൽ കൂടി അവൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ പിന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. JP അവിടെ നിന്നും കാർ എടുത്ത് വേഗം പോയി. അന്ന് വീട്ടിലെത്തിയപ്പോഴും JPയുടെ മനസ്സ് മുഴുവൻ അവൾ നിറഞ്ഞു നിന്നു. പിറ്റേന്ന് ഉച്ചയോടെയാണ് JP ഓഫീസിലെത്തിയത്. എത്തിയപ്പോൾ JP ആദ്യം ക്യാബിനിലേക്ക് വിളിപ്പിച്ചത് മൃദുലയെയാണ്. ക്യാബിനിലേക്ക് കയറി വന്ന മൃദുലയോട് അവൻ ഇരിക്കാൻ പറഞ്ഞു. അവൾ JPയുടെ മുന്നിലുള്ള കസേരയിലിരുന്നു. എന്തിനായിരിക്കും എന്നെ വിളിപ്പിച്ചത്? എന്തായിരിക്കും സാറിന് എന്നോട് ചോദിക്കാനുള്ളത്? അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ JP അവളോട് ചോദിച്ചു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജോലി? എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? ഇല്ല സാർ, അവൾ മറുപടി പറഞ്ഞു. മൃദുല ഇവിടെ അടുത്തുള്ള ഓർഫനേജിൽ പോകാറുണ്ടോ? അത് കേട്ടപ്പോൾ മൃദുലയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഒരു നിമിഷം അവൾ മൗനമായി നിന്നു. പിന്നെ അവൾ JPയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ സാർ, ഞാൻ അവിടെ പോവാറുണ്ട്.
സാറിന് എങ്ങനെ അറിയാം? അവൾ ജെപിയോട് ചോദിച്ചു. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് പോയത് ആ ഓർഫനേജിന്റെ മുന്നിൽ കൂടിയാണ്. അപ്രതീക്ഷിതമായാണ് ഞാൻ അതുവഴി പോയത്. അവിടെയുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ മൃദുലയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അധിക ദിവസങ്ങളിലും ഞാൻ അവിടെ പോവാറുണ്ട് സാർ. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ വന്ന് ഡോറിൽ മുട്ടി. ജെപി അവിടേക്ക് നോക്കി. വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഡോറിന് പുറത്ത് ഫയലുമായി നിൽക്കുന്ന ബെന്നി സാറിനെയാണ് അവൾ കണ്ടത്. ബെന്നി അപ്പോൾ അവിടെ നിന്നും തിരിച്ചുപോയി. മൃദുല എന്താണ് പറഞ്ഞത്? ജെപി ചോദിച്ചു. ഞാൻ അധിക ദിവസങ്ങളിലും ആ ഓർഫനേജിൽ പോകാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ജോലിക്ക് വന്നത് അവരെയും കൂടെ സഹായിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ടാണ്, അവൾ ജെപിയോട് പറഞ്ഞു. അവിടെ സ്പോൺസർമാർ ആരുമില്ലേ? ജെപിയുടെ അടുത്ത ചോദ്യം. അവൾ അവിടുത്തെ കാര്യം ഓരോന്നായി ജെപിയോട് പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ ഒരുപാട് പേര് സ്പോൺസർമാരായി ഉണ്ടായിരുന്നു സാർ. ഇപ്പോൾ പലരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ ഒരു പാവമാണ്. ഞാൻ പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്ക് പോവാറുണ്ടായിരുന്നു. എന്നെപ്പോലെ 3-4 പെൺകുട്ടികൾ വേറെയുമുണ്ട്. ഞങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്നും കുറഞ്ഞൊരു പൈസ ഓർഫനേജിലേക്ക് കൊടുക്കും. ഞങ്ങളുടെ ദയ കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ആ കുട്ടികൾ ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ അവസ്ഥയും. വളരെ പഴക്കം ചെന്നത് കാരണം ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിൽ അത്രയും മോശമാണ് അവിടുത്തെ അവസ്ഥ. അത് പറയുമ്പോൾ അവളുടെ മുഖം മാറുന്നത് ജെപിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ജെപി അപ്പോൾ അവളോട് പറഞ്ഞു. ജെപി പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. സാറിനെ പോലുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ സാറൊന്ന് അവിടം വരെ വരണം. അവിടുത്തെ അവസ്ഥ അത്രയും മോശമാണ്, അവൾ ജെപിയോട് പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജെപിയുടെ മൊബൈൽ റിങ് ചെയ്തു. ജെപി ഫോൺ എടുത്തു നോക്കിക്കൊണ്ട് മൃദുലയോട് പറഞ്ഞു. ശരി, എന്നാൽ മൃദുല പോയിക്കോളൂ. നാളെ സൺഡേ അല്ലേ? ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് വരുന്നുണ്ട്. ശരി സാർ, ഞാനും അവിടെ ഉണ്ടാവും. അവൾ ചിരിച്ചുകൊണ്ട് അവിടുത്തെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് പോയി. അവളുടെ ആ നോട്ടവും സംസാരവുമെല്ലാം ജെപിയുടെ മനസ്സിനെ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോഴെല്ലാം തന്റെ എല്ലാം ആയിരുന്നവൾ തന്റെ മുന്നിലിരിക്കുന്നത് പോലെയാണ് ജെപിക്ക് തോന്നിയത്. അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് തന്റെ മാനേജറായ ബെന്നിയുടെ വരവ്. ആരുമില്ലാത്തതുകൊണ്ട് ബെന്നി ഡോർ തുറന്നകത്തേക്ക് കയറി. എന്താടാ, രാവിലെ കണ്ടതിനേക്കാൾ നല്ല തെളിച്ചമുണ്ടല്ലോ മുഖത്തിന്. എന്തുപറ്റി പതിവില്ലാത്തൊരു മാറ്റം? ജെപിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ബെന്നി ചോദിച്ചു. ബെന്നി തന്നെ കളിയാക്കുകയാണെന്ന് ജെപിക്ക് മനസ്സിലായി. നീ ഒന്ന് പോടാ ബെന്നി, വെറുതെ കളിയാക്കാതെ. ജെപി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ജെപി, നിന്നെ കാണാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ നീ ഇത്രത്തോളം ഉള്ളു തുറന്ന് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് സന്തോഷമായടാ. ബെന്നി തന്റെ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്താണ് ആ പുതിയ സ്റ്റാഫിനോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയായിരുന്നല്ലോ? ഇതുവരെ ആരോടുമില്ലാത്ത നിന്റെ ആ കളിയും ചിരിയും ഒന്നും ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ജെപിയുടെ കസേരയുടെ കൈകളിൽ ബെന്നി തന്റെ 2 കൈയും അമർത്തി വെച്ച് ജെപിയോട് ചോദിച്ചു. ഒരു നിമിഷം ജെപി മിണ്ടാതെയിരുന്നു. പിന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ബെന്നിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ജെപി പറഞ്ഞു. ബെന്നി, എടാ, അത് മൃദുലയോട് സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴുമെല്ലാം എനിക്കെന്തോ നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ ഒരു തോന്നൽ. അവൻ പറഞ്ഞപ്പോൾ ബെന്നി അവനെ തന്നെ ഒന്ന് നോക്കി. എനിക്ക് മനസ്സിലാവും ജെപി. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് ആ പൂട്ടിക്കിടക്കുന്ന മുറിയിലെ വലിയ ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവളുടേതുപോലുള്ള എന്തോ ചിലപ്പോൾ നീ മൃദുലയിലും കണ്ടു കാണും. അതായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്, ബെന്നി പറഞ്ഞു. എന്തുകൊണ്ടോ മൃദുലയെ വീണ്ടും വീണ്ടും കാണണമെന്ന് ജെപിക്ക് തോന്നി തുടങ്ങി. രാവിലെ നേരം പുലരാൻ വേണ്ടി അവൻ കാത്തുനിന്നു. അവളെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, എന്നത്തേതിലും പതിയെയാണ് സമയം സഞ്ചരിക്കുന്നതെന്ന് അവന് തോന്നി. അന്ന് നേരം പുലർന്നപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ജെപി ആദ്യം ചെന്നത് ആ ഓർഫനേജിലേക്കായിരുന്നു. ഓർഫനേജിന്റെ ഗേറ്റ് കടന്നു വരുന്ന ഒരു വലിയ വെള്ളക്കാറ് കണ്ട് അവിടെയുള്ള കുട്ടികളെല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ജെപിക്ക് കാണാമായിരുന്നു. ജെപി ഓർഫനേജിന് മുന്നിൽ കാർ നിർത്തി അതിൽ നിന്നും ഇറങ്ങി. കുറെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. പല സ്ഥലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നു. ആ സ്ഥാപനത്തിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന് ജെപിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോഴേക്കും ജെപിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൂടി ഒരു പെൺകുട്ടി മുന്നോട്ട് നടന്നു വന്നു. ജെപി അതാരാണെന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, അത് അവൾ തന്നെയാണ്, മൃദുല. അവൾ ജെപിയുടെ അടുത്തേക്ക് ഒരു ചിരിയോടുകൂടി നടന്നു വരുന്നത് ജെപി നോക്കി നിന്നു. അവൾ ജെപിയുടെ അടുത്തെത്തി. അവളുടെ ഡ്രസ്സിൽ പിടിച്ച് അവളോട് പറ്റിച്ചേർന്നുകൊണ്ട് അവിടുത്തെ കുറച്ചു കുട്ടികളും അവളോട് കൂടെ ജെപിയുടെ അടുത്തേക്ക് വന്നു.
തന്നെ കണ്ടപ്പോഴുള്ള മൃദുലയുടെയും ആ കുട്ടികളുടെയും മുഖത്തുള്ള സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത് ജെപിക്കും മനസ്സിലായി. അതിനിടയിൽ അവളോട് കൂടെ വന്ന പിഞ്ചുകുട്ടികൾ ജെപിയുടെ അടുത്ത് വന്ന് ജെപിയെ തൊട്ടു നോക്കാൻ തുടങ്ങി. ആ കുട്ടികളെ ജെപി തന്നോട് ചേർത്ത് നിർത്തി. തന്റെ കാറിന്റെ ഡോർ തുറന്ന് അതിൽ നിന്നൊരു വലിയ പേപ്പർ ബാഗ് എടുത്ത് മൃദുലയുടെ നേരെ നീട്ടി. ഇത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്, ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്, ജെപി പറഞ്ഞു. മൃദുല അത് വളരെ സന്തോഷത്തോടെ വാങ്ങി. അവളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഏറ്റവും മുതിർന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അവരോട് പോയി കഴിച്ചോളാൻ പറഞ്ഞു. അതും കൊണ്ട് ആ കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്നത് അവർ രണ്ടുപേരും നോക്കി നിന്നു. ആ തുള്ളിച്ചാടി പോകുന്ന മക്കളെ കണ്ടില്ലേ സാർ? എന്തൊരു സന്തോഷമാ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവരുടെ മുഖത്ത്. ആരൊക്കെയോ ബസ് സ്റ്റാൻഡിലും റോഡരികിലും പല സ്ഥലങ്ങളിലുമായി ഉപേക്ഷിച്ചിട്ട് പോയ കുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സാറിനെ പോലുള്ളവർ വല്ലതും കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ കഴിക്കാൻ കിട്ടുന്നത് തന്നെ. അത് പറയുമ്പോൾ മൃദുലയുടെ കണ്ണുകൾ നിറയുന്നത് ജെപി ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേക്കും ആ സ്ഥാപനത്തിന്റെ മേൽനോട്ടക്കാർ 2 സ്ത്രീകൾ അവിടെ എത്തിയിരുന്നു. അത് കണ്ടപ്പോൾ മൃദുല ജെപിയോട് പറഞ്ഞു, സാർ, ആ നിൽക്കുന്ന 2 അമ്മമാരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. മൃദുല വേഗം അമ്മമാരുടെ അടുത്ത് ചെന്ന് ജെപി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. വരൂ സാർ, നമുക്ക് ഓഫീസിലേക്ക് കയറിയിരിക്കാം. സാർ ഇവിടേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്, അവർ ജെപിയോട് പറഞ്ഞു. മൃദുലയുടെയും ആ അമ്മമാരുടെയും കൂടെ ജെപി ഓഫീസിലേക്ക് കയറി. അവരോട് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് ജെപിയുടെ ഫോൺ ഒരുപാട് സമയം റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിസിനസ് കോളുകളായിരുന്നു അതത്രയും. ആ കോളുകളൊക്കെ അവൻ കട്ട് ചെയ്യുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ ജെപിക്ക് ആ കുഞ്ഞു മക്കളെ ഓർത്തപ്പോൾ വളരെ വിഷമമായി. അവിടെ നിന്ന് പോകാൻ നേരം ജെപി തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചെക്ക് ബുക്ക് എടുത്ത് ആ സ്ഥാപനത്തിന്റെ പേരിൽ അത്യാവശ്യം വലിയൊരു സംഖ്യ ചെക്ക് എഴുതി ഒപ്പിട്ട് മൃദുലയുടെ നേരെ നീട്ടി. ഇത് ചെറിയൊരു പൈസയാണ്, ദർശന സിൽക്സിന്റെ വക. അവൾ ആ ചെക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു. ചെക്കിലെ സംഖ്യ നോക്കിയപ്പോൾ അവൾ ഞെട്ടി. 25 ലക്ഷം രൂപ. അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു. സാർ, ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, വളരെ സന്തോഷമുണ്ട്. എങ്ങനെ ഇതിന് നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല സാർ. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, മൃദുല ജെപിയോട് പറഞ്ഞു. ആ അമ്മമാർക്കും അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവർ ജെപിയോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവരുടെ അടുത്തു നിന്നും യാത്ര പറഞ്ഞ് ജെപി അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജെപിയുടെ കൂടെ മൃദുലയും നടന്നു. നടക്കുന്നതിനിടയിൽ ജെപി മൃദുലയോട് പറഞ്ഞു, ഇന്നലെ മൃദുല ഓഫീസിൽ നിന്ന് എന്നോട് ഓർഫനേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും മോശം അവസ്ഥയിലാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോൾ എന്തോ ഈ കുഞ്ഞുങ്ങളെയും ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. മൃദുലയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഈ സമയത്ത് അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ആരുമില്ലാത്ത ഈ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതുപോലുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന്. ജെപി പറഞ്ഞു. ജെപി പറയുന്നത് കേട്ടപ്പോൾ മൃദുല പറഞ്ഞു തുടങ്ങി, മറ്റൊന്നും കൊണ്ടല്ല സാർ, ഞാനും ഇവിടെ തന്നെയാണ് കളിച്ചു വളർന്നത്. എന്റെ അമ്മയുടെ സുഹൃത്തുക്കളാണ് അവിടെ കണ്ട 2 അമ്മമാരും. ഒഴിവു സമയം കിട്ടുമ്പോഴൊക്കെ ചെറുപ്പം മുതലേ ഞാൻ അമ്മയോട് കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇവിടെ 3-4 പേരുണ്ട്, എന്റെ കൂട്ടുകാരികൾ. അതിനെല്ലാം പുറമെ എനിക്ക് ഇവിടുത്തെ അമ്മമാരോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചിട്ട് കുറച്ചു നാളുകളായി. അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യ, അല്ലെങ്കിൽ അമ്മയും ഇവിടെ വരാറുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ചെറിയ സ്ഥാപനത്തിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് കയറിയിരുന്നു. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്ന് ഞാൻ ഒരു പങ്ക് ഇവിടേക്കും കൊടുക്കാറുണ്ടായിരുന്നു, മൃദുല പറഞ്ഞു. അപ്പോഴേക്കും ജെപിയുടെ ഫോൺ വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. ജെപി ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു നോക്കിക്കൊണ്ട് മൃദുലയോട് പറഞ്ഞു, അപ്പോ ശരി മൃദുല, ഞാൻ ഇറങ്ങുകയാണ്. നാളെ ഓഫീസിൽ വെച്ച് കാണാം. ഇവിടെ ഇനി എന്താവശ്യമുണ്ടെങ്കിലും മൃദുലയ്ക്ക് എന്നോട് പറയാം, അതിനൊരു മടിയും വിചാരിക്കണ്ട, ജെപി പറഞ്ഞു. അവളോട് യാത്ര പറഞ്ഞ് ജെപി അവിടെ നിന്നും ഇറങ്ങി. ആ സന്തോഷ വാർത്ത അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്കും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും തോറും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഹൃദയം കൊണ്ട് ജെപിയും മൃദുലയും പരസ്പരം ഒരുപാട് അടുത്തിരുന്നു. അന്നൊരു ദിവസം നേരത്തെ പോവാൻ വേണ്ടി ലീവ് ചോദിക്കാൻ ഓഫീസ് റൂമിലേക്ക് കയറി വന്ന മൃദുല പക്ഷേ ജെപി അവിടെ കണ്ടില്ല. തൊട്ടടുത്തുള്ള മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നതായി അവൾ കണ്ടു. ജെപി ആ മുറിയിൽ ഉണ്ടാവുമെന്ന് കരുതി സാർ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് ജെപി ഉള്ളിൽ നിന്നും വാതിൽ തള്ളിപ്പിടിച്ചു. മൃദുല, മാറി നിൽക്ക്, ജെപി ഉറക്കെ മൃദുലയോട് പറഞ്ഞു. ഉച്ചത്തിലുള്ള ജെപിയുടെ അലർച്ച കേട്ട് അവൾ ആകെ പേടിച്ചുപോയി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ജെപിയുടെ മുഖം ദേഷ്യം കൊണ്ട് ആകെ ചുവന്നു കിടക്കുന്നതായി അവൾ കണ്ടു. സാർ, ഞാൻ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ സാർ അകത്തുണ്ടെന്ന് കരുതി, അവൾ പറഞ്ഞു. അവൻ പിന്നെ മറ്റൊന്നും പറയാൻ പോയില്ല. അവൻ അവനെ തന്നെ സ്വയം സമാധാനിപ്പിച്ചു. മൃദുല എന്തിനാണ് വന്നത്? അവൻ മൃദുലയോട് ചോദിച്ചു. സാർ, എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണം, അത് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ചെറിയൊരു ഭയത്തോടെയാണെങ്കിലും അവൾ പറഞ്ഞു. ഓക്കെ, മൃദുല ലീവ് എടുത്തോളൂ,
JP പറഞ്ഞു. അതല്ലാതെ അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. താൻ ചെയ്തത് തെറ്റായി പോയി എന്നോർത്ത് മൃദുലയ്ക്ക് ഭയങ്കര വിഷമമായി. അവൾ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ മൃദുലയുടെ ഫോണിലേക്ക് JPയുടെ ഒരു കോൾ വന്നു. അവൾ ഫോൺ എടുത്തു. ഹലോ, സോറി കേട്ടോ, ഓഫീസിൽ നിന്ന് ഞാൻ അല്പം ദേഷ്യപ്പെട്ടു പോയി, വേറെ ഒന്നും വിചാരിക്കരുത്. JP പറഞ്ഞു. ഇല്ല സാർ, ഞാനല്ലേ സോറി പറയേണ്ടത്, ചോദിക്കാതെ ആ മുറിയിൽ കയറാൻ നോക്കിയതിന്. അതൊന്നും സാരമില്ല മൃദുല. പിന്നെ മൃദുല, എന്റെ അമ്മ ഇന്ന് മൃദുലയെ കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? JP ചോദിച്ചു. അതെ സാർ, അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അമ്മ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ലീവ് എടുത്തത്. മൃദുല അപ്പുറത്തു നിന്നും മറുപടി പറഞ്ഞു. സോറി മൃദുല, അമ്മയുടെ അങ്ങോട്ടുള്ള വരവ് എന്റെ അറിവോടെ അല്ല കേട്ടോ. അമ്മ സ്വയം തീരുമാനിച്ചതാണ്. എനിക്ക് മനസ്സിലായി സാർ, അമ്മ എന്നോട് പറഞ്ഞിരുന്നു, സാറിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലെന്ന്. മൃദുല പറഞ്ഞു. അമ്മ വന്ന് മൃദുലയോട് സംസാരിച്ചു കാണുമെന്ന് എനിക്കറിയാം. കുറച്ചു ദിവസമായി അമ്മ എന്നോട് ചോദിക്കുന്നു എനിക്ക് എന്താ ഒരു മാറ്റമെന്ന്. ബെന്നിയാണ് അമ്മയോട് പറഞ്ഞത്. മൃദുല വന്ന ശേഷമാണ് ഞാൻ ഇത്ര ഹാപ്പി ആയത് എന്ന്. അതിനോടൊപ്പം ഓർഫണേജിൽ വന്ന് കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ മാറിയിട്ടുണ്ട്. ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൃദുല വന്നപ്പോഴാണ് ഞാൻ മാറിയത് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് തോന്നിയത്രേ. അങ്ങനെയാണ് അമ്മ വന്നത്. അമ്മ ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും മൃദുലയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. JP പറഞ്ഞു. അമ്മ എന്നോട് സംസാരിച്ചിരുന്നു സാർ. മൃദുല അപ്പോൾ അവനോട് പറഞ്ഞു. മനസ്സിലായി, അമ്മ എന്ത് കാര്യമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഊഹിക്കാം. ഞാനിപ്പോൾ മൃദുലയെ വിളിച്ചത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. JP പറഞ്ഞു. എന്താ സാർ, പറഞ്ഞോളൂ. നാളെ സൺഡേ അല്ലേ? മൃദുല നാളെ ഒന്ന് എന്റെ ഓഫീസിൽ വരണം. എനിക്ക് മൃദുലയോട് അല്പം സംസാരിക്കാനുണ്ട്. JP അവളോട് പറഞ്ഞു. ശരി സാർ, ഞാൻ വരാം. മൃദുല അവനോട് പറഞ്ഞു. ശരി എന്നാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അവൻ അത് പറഞ്ഞു ഫോൺ വെച്ചു. രാവിലെ അവൻ പറഞ്ഞ പോലെ തന്നെ മൃദുല അവനെ കാണാൻ ഓഫീസിലെത്തി. ഓഫീസിന് പുറത്തുള്ള പൂന്തോട്ടത്തിലെ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു JP. അപ്പോൾ മൃദുല ഇങ്ങ് വാ. അവൾ അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോൾ പുറത്തുനിന്ന് അവൻ വിളിച്ചു. അവൾ അപ്പോൾ JPക്കരികിലേക്ക് ചെന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. മഴയുടെ ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല തണുപ്പും, അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. JP അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ JPയോട് ചിരിച്ചു. സാർ വരാൻ പറഞ്ഞ കാര്യം അവൾ മെല്ലെ അവനോട് ചോദിച്ചു. മൃദുല, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വളച്ചുകെട്ടി ചോദിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത്. യെസ് എന്നാണെങ്കിലും നോ എന്നാണെങ്കിലും മൃദുല മനസ്സ് തുറന്നൊരു മറുപടി എനിക്ക് തരണം. JP ചോദിച്ചു. എന്താ സാർ, എന്താണെങ്കിലും ചോദിച്ചോളൂ. അവൾ പറഞ്ഞു. എന്റെ അമ്മ ഇന്നലെ മൃദുലയോട് ചോദിക്കാൻ വന്ന കാര്യം തന്നെയാണ്. മൃദുലക്ക് എന്നെ ഇഷ്ടമാണോ? എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? പ്രതീക്ഷിക്കാതെ അത് കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. തലേ ദിവസം JPയുടെ അമ്മ ചോദിച്ച കാര്യം അതായിരുന്നെങ്കിൽ പോലും അവൻ നേരിട്ട് ചോദിച്ചപ്പോൾ എന്തു പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മൃദുല, വളച്ചുകെട്ടില്ലാതെ എനിക്കൊരു ഉത്തരം തരണം. നോ എന്നാണെങ്കിൽ പിന്നെ ഞാൻ പുറകെ വരില്ല. മൃദുലക്ക് എന്നെ ഇഷ്ടമാണോ? JP വീണ്ടും ചോദിച്ചു. JPയുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ അല്പം ഒന്ന് നാണിച്ചു നിന്നു. എന്നിട്ട് തല താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് സാറിനെ ഇഷ്ടമാണ്. JPക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പക്ഷേ അപ്പോഴും JPയുടെ മനസ്സിനെ അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവൾ അതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് JPക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൻ മൃദുലയോട് പറഞ്ഞു. എനിക്കും മൃദുലയെ ഇഷ്ടമാണ്. പക്ഷേ വിവാഹത്തിന് മുന്നേ എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എല്ലാം മൃദുല അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അധികം ആരും അറിയാത്ത, എപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ആ പഴയ കാലം. ഇപ്പോൾ മൃദുലയെ കണ്ടപ്പോൾ മുതൽ മൃദുലയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴെല്ലാം എനിക്കെന്തോ അവൾ എന്റെ അടുത്തുള്ളതുപോലെ തന്നെ തോന്നുന്നു. JP പറഞ്ഞു. JP എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാതെ അവൾ JPയെ തന്നെ നോക്കി നിന്നു. സാർ ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ JPയോട് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് ദർശനയെ കുറിച്ചാണ്. ദർശനയോ? ആരാണത്? അവൾ ഒരാശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ദർശന. JP ഒരു ചെറിയ നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. ജയപ്രകാശ് എന്ന ഞാൻ JP ആയതും ഇന്ന് വളർന്നൊരു കോടീശ്വരനായതിനും പിന്നിൽ അവളാണ് എന്റെ ദർശന. 10 വർഷങ്ങൾക്ക് മുൻപേയുള്ള കഥയാണ്. ആദ്യമായി ഞാൻ ദർശനയെ കാണുന്നതും പരിചയപ്പെടുന്നതും ചെന്നൈയിൽ പോയി വരുന്ന വഴിക്ക് ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ്. വിൻഡോ സീറ്റിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന എന്റെ തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന സീറ്റിൽ അവൾ വന്നിരുന്നു. യാത്രക്കിടയിൽ അവൾ അമ്മയോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് TTR അവിടേക്ക് വന്നത്. അയാൾ എല്ലാവരുടെയും ടിക്കറ്റുകൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്റെ ടിക്കറ്റ് പരിശോധിച്ച ശേഷം അയാൾ ദർശനയ്ക്ക് നേരെ കൈനീട്ടി. ഒരു വെപ്രാളത്തോടെ അവൾ ബാഗ് മുഴുവൻ തിരയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവൾ ബാഗ് മുഴുവൻ തിരഞ്ഞു നോക്കിയെങ്കിലും ടിക്കറ്റ് കണ്ടില്ല. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് TTR അവളോട് പറഞ്ഞു. അവൾ അയാളോട് കുറെ സംസാരിച്ചെങ്കിലും അയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ഫൈൻ അടച്ച് യാത്ര തുടരുകയോ ചെയ്യണമെന്ന് അവളോട് പറഞ്ഞു. അവളുടെ കയ്യിൽ ഫൈൻ അടയ്ക്കാൻ മാത്രമുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതവൾ അയാളോട് പറഞ്ഞു. ചുറ്റുമുള്ളവരെല്ലാം അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അവരുടെ മുന്നിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ അവൾ നിൽക്കുകയാണ്. യാത്രക്കാരായി സ്ത്രീകളുണ്ടെങ്കിലും അവരെല്ലാം നോക്കി നിൽക്കുകയല്ലാതെ ആരും അവളോട് കാര്യം അന്വേഷിക്കാൻ തയ്യാറായില്ല. അവളുടെ സൗമ്യമായ മുഖവും സംസാരവും ഒക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ പാവം തോന്നി. ഞാൻ TTRനോട് പറഞ്ഞ് അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു അവൾക്ക് കൊടുത്തു. ഞാൻ എന്റെ സീറ്റിലിരുന്നു. അവൾ എന്റെ അടുത്ത സീറ്റിലിരുന്ന് എന്നോട് ഒരുപാട് നന്ദി പറഞ്ഞു. എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിൻ ഓടി തുടങ്ങിയത് കണ്ടപ്പോൾ വെപ്രാളത്തിൽ ഞാൻ ഓടിയതായിരുന്നു. ആ വെപ്രാളത്തിനിടയ്ക്ക് ടിക്കറ്റ് എവിടെയോ കളഞ്ഞുപോയി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പൈസ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് തരാം കേട്ടോ, അവൾ എന്നോട് പറഞ്ഞു. വളരെ വിനയത്തോടെയാണ് അവൾ എന്നോട് സംസാരിക്കുന്നത്. അതെന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഓ, അതൊന്നും സാരമില്ല. കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതായിരിക്കുമെന്ന്. കുട്ടി എവിടെ നിന്നാ വരുന്നത്? ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി വരുന്ന വഴിയാണ്. കുട്ടി പഠിക്കുകയായിരിക്കുമല്ലേ? അതെ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ മറുപടി പറഞ്ഞു. എന്താ കുട്ടിയുടെ പേര്? ദർശന, അവൾ പറഞ്ഞു. എന്റെ പേര് ജയപ്രകാശ്. ഞാൻ ചെന്നൈയിൽ നിന്നും വരികയാണ്, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ആ യാത്രക്കിടയിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഒരുപാട് പരിചയമുള്ള ആളുകളെ പോലെയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ കൈമാറി. 1-2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ സ്റ്റേഷനിലെത്തി. ട്രെയിൻ അവിടെ അല്പനേരം നിർത്തിയിട്ടിരുന്നു. അതിനിടയ്ക്ക് അവൾ ATMൽ പോയി കാശുമായി ഓടി വന്നു. ട്രെയിനിലെ വിൻഡോയ്ക്കുള്ളിലൂടെ അവൾ എനിക്ക് നേരെ പൈസ വെച്ച് നീട്ടി. ഞാനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഒരുപാട് നിർബന്ധിച്ച് അവൾ ആ പൈസ എന്റെ കയ്യിൽ പിടിപ്പിച്ചു. അപ്പോഴേക്കും ട്രെയിൻ പതിയെ ഓടാൻ തുടങ്ങിയിരുന്നു. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൾ എന്നോട് യാത്ര പറഞ്ഞു. ആ യാത്രയിലുടനീളം അവളുടെ സംസാരവും ചിരിയും എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി. ഞാൻ ആ ഫോൺ നമ്പർ സേവ് ചെയ്തു വെച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ജോലിക്കിടയിൽ അപ്രതീക്ഷിതമായാണ് അവളുടെ കോൾ വന്നത്. ഒരു സഹായം ചെയ്യുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അവൾക്ക് എറണാകുളത്തേക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ സ്ഥലം അവൾക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അവൾ എന്നെ വിളിച്ചത്. ഒരുപാട് അന്വേഷിച്ച് നല്ലൊരു സ്ഥലം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്നാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാവുന്നത്. ആരോടും അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അവൾ. പക്ഷേ എന്നോട് അവൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അവൾ അവളുടെ മനസ്സ് തുറന്ന സങ്കടവും സന്തോഷവും എല്ലാം ഒരുപോലെ പറയാറുണ്ടായിരുന്നു എന്നോട്. എനിക്ക് അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരിലൊന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഞാൻ അവളിൽ കണ്ടു. ആരെയും ആകർഷിക്കുന്നത് പോലുള്ള കണ്ണുകളായിരുന്നു അവളുടേത്. ഒരുപാട് പ്രാവശ്യം പരിസരം പോലും മറന്ന് ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾ കൂടുതൽ അടുത്തു. ദിവസവും ഞങ്ങൾ വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരുമിച്ചാണ് വരാറ്. അങ്ങനെ ഒരു ദിവസം ദർശനയോടൊപ്പം ഞാൻ അവിടുത്തെ ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, പ്രകാശ്, എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ തമ്മിൽ അടുത്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇനി എനിക്ക് ഒരിക്കലും പ്രകാശിനെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ എന്റെ തോളിൽ തല ചായ്ച്ചുകൊണ്ട് പറഞ്ഞു. അതെ ദർശന, എനിക്കും ഇനി നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ, ഞാൻ പറഞ്ഞു. എങ്കിൽ പറയൂ പ്രകാശ്, എന്നോട് അടുക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രകാശിനെ ആകർഷിച്ചത് എന്താണ്? അവൾ എന്നോട് ചോദിച്ചു. ആദ്യം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിന്റെ ആ കണ്ണുകളാണ്. നിന്റെ കണ്ണുകൾക്ക് ഭയങ്കര ആകർഷണ ശക്തിയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴെല്ലാം നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ ഒരുപാട് പ്രാവശ്യം ഞാൻ നിന്നു പോയിട്ടുണ്ട്. പിന്നെ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് നീയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ മുറുകെ പിടിച്ചു. ഒന്ന് പോ പ്രകാശ്, വെറുതെ എന്നെ വട്ടുകളിപ്പിക്കാതെ, അവൾ എന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. പ്രകാശ് ഒരിക്കലും എന്നെ പിരിഞ്ഞു പോവില്ല എന്ന് എനിക്ക് വാക്ക് തരാമോ? അവൾ എന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു. ഇല്ല ദർശന, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പിരിഞ്ഞു പോവില്ല. ഇനി അതിന് കഴിയില്ല. ദർശനയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു. അവൾ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പതിയെ എന്റെ കവിളിൽ ഒരു ഉമ്മ തന്നുകൊണ്ട് അവൾ പറഞ്ഞു, പ്രകാശ് ഒരു വലിയ പണക്കാരനായി കാണണം. ലോകമറിയുന്ന ഒരു വലിയ കോടീശ്വരനായി കാണാനാണ് എനിക്ക് ആഗ്രഹം. ആ കോടീശ്വരന്റെ കോടീശ്വരിയായ ഭാര്യയായി ഞാനും. അത് പറയുമ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. നല്ല ആഗ്രഹം. ഈ പാർക്കിലെ കാറ്റും വെയിലും കൊണ്ട് അല്പനേരം ഇരുന്നപ്പോഴേക്കും നിനക്ക് വട്ടായോ ദർശന? ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതൊക്കെ പോട്ടെ, ദർശനയുടെ ഡ്രീം എന്താകുവാനായിരുന്നു? ഞാൻ ചോദിച്ചു. അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവളുടെ സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു 4 ആൾ അറിയുന്ന ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയാവുക എന്നത്. അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ഒരു സ്വപ്നവുമായിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പോയതും, ദർശന പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവൾ പറഞ്ഞു നിർത്തി. എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ദർശനയോട് ഞാൻ അപ്പോൾ ചോദിച്ചു, എന്താണ് ഒരു പക്ഷേ? ഞാൻ പറഞ്ഞതുപോലെ പ്രകാശ് ഒരു വലിയ പണക്കാരനായി മാറണം, ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമ, എന്നിട്ട് വേണം എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ, അവൾ പറഞ്ഞു. ദർശനയുടെ സ്വപ്നങ്ങൾ എന്നെ നല്ലപോലെ ഇരുത്തി ചിന്തിപ്പിച്ചു. അല്പനേരം അവൾ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ശേഷം ഞാൻ ചോദിച്ചു, പക്ഷേ ഇതിനൊക്കെ നല്ല പൈസ ചെലവാവില്ലേ? അത് നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? ഞാൻ ചോദിച്ചപ്പോൾ ദർശന എന്നോട് പറഞ്ഞു, കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട് പ്രകാശ്, പിന്നെ എന്റെ കഴുത്തിലെ മാല നമുക്ക് വിൽക്കാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് നമുക്കൊരു കൊച്ചു ഷോപ്പിട്ട് നോക്കാം. അവൾ അത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എത്രത്തോളം ആഗ്രഹത്തോടെയാണ് അവൾ അത് പറയുന്നതെന്ന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. അതൊന്നും വേണ്ട ദർശന, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, പൈസയൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ദർശന എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഇതാ ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നിനക്ക് വേണ്ടി ഞാൻ വലിയൊരു കോടീശ്വരനാവും. അവളെ എന്നോട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ദർശനയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. ഒരുപാട് ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമായി ആ നഗരത്തിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന സ്വപ്നം സഫലമാവാൻ പോവുകയാണ്. ദർശന, അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഇനി ഷോപ്പിന് നല്ലൊരു പേര് കണ്ടെത്തണം, ഞാൻ പറഞ്ഞു. അവൾ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവസാനം സഹി കെട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്നാൽ പ്രകാശ് തന്നെ ഒരു പേരിട്ടോ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അല്പം ദേഷ്യത്തോടെയാണ് അവൾ എന്നോടത് പറഞ്ഞത്. നീ ദേഷ്യം പിടിക്കാതെ, നല്ലൊരു പേര് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ പുറത്തുനിന്നൊരു പേരെടുക്കുന്നത്? ഞാൻ ചോദിച്ചു. അവൾ എന്നെ ഒന്ന് നോക്കി. ഞാനൊരു പേര് പറയട്ടെ? ഞാൻ അവളോട് ചോദിച്ചു. വലിയ താല്പര്യമൊന്നുമില്ലാതെ അവൾ പറഞ്ഞു, ആ പറയ്. ദർശന സിൽക്സ്, അതാണ് എന്റെ മനസ്സിലുള്ള പേര്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ എന്റെ പേര് വേണോ? വേറെ എന്തെങ്കിലും പോരെ? അവൾ വേറെ ഏതെങ്കിലും പേരിടാമെന്ന് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ആ ഷോപ്പിന് ഞങ്ങൾ ദർശന സിൽക്സ് എന്ന പേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ബിസിനസ് വളരാൻ തുടങ്ങി. ഈ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ഷോപ്പായി ദർശന സിൽക്സ് വളർന്നു. വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ദർശനയായിരുന്നു. ഒരു ദിവസം കോഫി ഷോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്ന ദർശന ഞാൻ വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ മിണ്ടാതെ അവളുടെ മുന്നിലുള്ള ചെയറിലിരുന്നു. അതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ ഏതോ സ്വപ്നലോകത്താണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്ന ശേഷം ഞാൻ അവളെ വിളിച്ചു. ഹലോ ദർശന, ഇത് ഏത് ലോകത്താ? ഞാൻ എത്ര നേരമായി വന്നിട്ടെന്ന് വല്ല പിടിയുമുണ്ടോ? സോറി, പ്രകാശ് വന്നത് ഞാൻ അറിഞ്ഞില്ല. അതെനിക്ക് മനസ്സിലായി. എന്തോ കാര്യമായിട്ട് സ്വപ്നം കാണുകയായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അവളോട് ചോദിച്ചു. അതെ, കാര്യമായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൾ തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ഫയൽ എടുത്ത് പുറത്ത് ടേബിളിൽ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫയലിൽ എന്താണെന്ന് പ്രകാശിന് അറിയാമോ? ഞാൻ ദർശനയെ നോക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എന്താണിതിൽ? ഞാൻ ദർശനയോട് ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ ആ ഫയൽ എടുത്ത് ദർശന എനിക്ക് നേരെ നീട്ടി. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതാ, ഇതൊന്ന് തുറന്നു നോക്കൂ. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി. മൈ ഡ്രീംസ് എന്നെഴുതിയ ഒരു വെള്ള പേപ്പറാണ് ആദ്യം അവൻ കണ്ടത്. അവൻ ആ പേപ്പർ മറിച്ചു. അതിലൊരു മനോഹരമായ ഒരു വലിയ 4 നില കെട്ടിടത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ്. ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ ദർശന സിൽക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നോക്കുമ്പോൾ എന്റെ കണ്ണുകൾ വിടരുന്നതും ആ മുഖത്ത് സന്തോഷം പടരുന്നതും അവൾക്ക് കാണാമായിരുന്നു. കൊള്ളാം ദർശന, വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഈ സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ, ഞാൻ പറഞ്ഞു. അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഇത് യാഥാർത്ഥ്യമാകട്ടെ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ദർശന സിൽക്സ് എന്ന സ്ഥാപനം ഉണ്ടാകേണ്ടത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡിസൈൻ, സ്വന്തമായിട്ടുള്ള സ്റ്റിച്ചിങ് യൂണിറ്റ്, അതിൽ 100ഓളം ജോലിക്കാർ. ആ സ്ഥാപനത്തിന്റെ മുതലാളിയായിരിക്കണം പ്രകാശ്. പ്രകാശല്ല, ഇനി JP എന്നാണ് 4 ആളുകളുടെ ഇടയിൽ ജയപ്രകാശ് അറിയപ്പെടേണ്ടത്. JPയോ? ഞാൻ അവളോട് ചോദിച്ചു. അതെ, JP തന്നെ. നീ കേട്ടിട്ടില്ലേ വലിയ വലിയ മുതലാളിമാരെയൊക്കെ ഇങ്ങനെ പേര് ചുരുക്കി വിളിക്കുന്നത്? JP എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്തോ വലിയ മുതലാളിയെപ്പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അവൾ പറഞ്ഞു. ദർശന പറയുന്നത് കേട്ട് ഞാൻ കുറെ നേരം പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് ദർശനയും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദർശനയുടെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങിയത്. അവൾ മൊബൈലിലേക്ക് നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ്. അച്ഛനാണ് വിളിക്കുന്നത്. അവൾ എന്നോട് മിണ്ടരുതെന്ന് ചുണ്ടിൽ കൈവച്ച് ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവൾ ഫോൺ എടുത്തു. ഹലോ അച്ഛാ. അത് കേട്ടപ്പോൾ അപ്പുറത്തു നിന്നും അച്ഛൻ ചോദിച്ചു, ഹലോ മോളെ, നിനക്ക് എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നോ? അതെ അച്ഛാ, സുഖം തന്നെ. അമ്മ അടുത്തുണ്ടോ? 2 പേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ അച്ഛനോട് ചോദിച്ചു. ഇല്ല മോളെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ മോളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ചെറിയൊരു പരിഭ്രമത്തോടെ അച്ഛനോട് ചോദിച്ചു, എന്താ അച്ഛാ, എന്താ പറയാനുള്ളത്? അത് മോളെ, ഞായറാഴ്ച ഒരു കൂട്ടര് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പയ്യനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണെന്ന് തോന്നി. ബാങ്ക് മാനേജറാണ് പയ്യൻ. എന്തായാലും ഈ ഞായറാഴ്ച ഇവിടെ വരെ ഒന്ന് വരണം. മോളുടെ ഫോട്ടോ അവർ കണ്ടിട്ടുണ്ടായിരുന്നു.
അവർക്ക് മോളെ ഭയങ്കര ഇഷ്ടമായി. ഏതാണ്ട് ഇത് ഉറപ്പിച്ചതുപോലെയാണ്. മോളോട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ, അച്ഛൻ പറഞ്ഞു. ഇപ്പുറത്തു നിന്നും അപ്പോൾ ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ അച്ഛൻ ചോദിച്ചു, ഹലോ മോളെ, എന്താ ഒന്നും പറയാത്തത്? മോളെ നീ കേൾക്കുന്നില്ലേ? സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദർശനയുടെ മുഖം മാറിയത്. അവളുടെ അടുത്തിരുന്നു കൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അച്ഛനോട് അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ ചെറിയൊരു നെടുവീർപ്പോടെ പറഞ്ഞു, കേൾക്കുന്നുണ്ട് അച്ഛാ. എന്തു പറ്റി മോളെ നിന്റെ ശബ്ദത്തിന്? മോൾക്ക് ഈ ബന്ധം ഇഷ്ടമായില്ലേ? എന്തായാലും മോള് തുറന്നു പറഞ്ഞോളൂ, എന്തു പറ്റി? അച്ഛാ അത് മോള് പഠിക്കണ്ട. മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് തുറന്നു പറഞ്ഞോളൂ, അച്ഛൻ അവളോട് പറഞ്ഞു. അവൾ എന്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പതിയെ നടന്നു. അച്ഛാ, എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. അത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവൾ വിഷമത്തോടെ അച്ഛനോട് പറഞ്ഞു. മോൾ എന്തായി പറഞ്ഞു വരുന്നത്? നീ തന്നെയാണോ ഇത് പറയുന്നത്? അതിനവൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ നിന്നു. അച്ഛൻ വീണ്ടും അവളോട് ചോദിച്ചു, മോളെ, മോളുടെ ഒരു ആഗ്രഹത്തിനും ഈ അച്ഛൻ ഇതുവരെ എതിര് നിന്നിട്ടില്ലല്ലോ. മോൾക്കൊരു ജോലി കിട്ടിയപ്പോൾ അത് പരിചയമില്ലാത്ത സ്ഥലമായപ്പോൾ കൂടി ഞാൻ മോളോടൊരു മറുവാക്ക് പോലും പറയാതെ മോളെ പറഞ്ഞയച്ചില്ലേ? മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ഈ അച്ഛനോട് മോൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛൻ മോളുടെ ഒരാഗ്രഹത്തിനും എതിര് നിൽക്കില്ല. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഈ അച്ഛൻ അത് നടത്തി തരും, അതാരായാലും. അത് കേട്ടപ്പോൾ അവൾ ഫോണിൽ കൂടി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. മോള് കരയണ്ട, ഇപ്പൊ ഇത് മറ്റാരോടും പറയണ്ട. ഈ ഞായറാഴ്ച മോൾ ഇങ്ങോട്ട് വാ. പെണ്ണ് കാണൽ എന്തായാലും നടക്കട്ടെ. അവരോട് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. പറ്റുമെങ്കിൽ നീ സ്നേഹിക്കുന്ന പയ്യനെയും കൂടെ കൊണ്ടുവരണം. എനിക്കും അമ്മയ്ക്കും ഒന്ന് കാണാലോ. എന്താ മോളെ? അത് കേട്ടപ്പോൾ ദർശനയ്ക്ക് വലിയ സന്തോഷമായി. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ അച്ഛാ. ആളെ ഞാൻ എന്തായാലും ഞായറാഴ്ച കൂട്ടി വരുന്നുണ്ട്. അത് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ പരിസരം മറന്ന് തുള്ളിച്ചാടിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തു പറ്റി ദർശന? അച്ഛൻ എന്താ പറഞ്ഞത്? വിഷമിച്ചുകൊണ്ട് എണീറ്റ് പോയ ആള് വളരെ സന്തോഷത്തിലാണല്ലോ തിരിച്ചു വന്നത്. അതെ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഇന്ന് ഞാനായിരിക്കും, അവൾ ഉറക്കെ പറഞ്ഞു. എന്താണ് ഇത്ര വലിയ സന്തോഷം? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ, ഞാൻ പറഞ്ഞു. അവൾ എന്റെ അടുത്തിരുന്നു. എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ആകെ അമ്പരന്നു പോയി. മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന എന്നോട് ദർശന വീണ്ടും പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. എന്റെ ഒരു ആഗ്രഹത്തിനും ഇതുവരെ അച്ഛൻ എതിര് നിന്നിട്ടില്ല. ഈ ഞായറാഴ്ച നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു. അച്ഛന് ജയപ്രകാശിനെ ഒന്ന് കാണണമെന്ന്. നീ വരില്ലേ? അവൾ എന്നോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ വരാതെ? ഈ വിവാഹം നിന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ? എങ്കിൽ വരുന്ന ശനിയാഴ്ച നിന്റെ ഭാവി അമ്മായിയപ്പനെ കാണാൻ തയ്യാറായിക്കോ, അവൾ ഒരു തമാശ പോലെ എന്നോട് പറഞ്ഞു. 2-3 ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ദർശനക്ക് തന്റെ വീട്ടിൽ പോവാനുള്ള ദിവസം വന്നെത്തി. അന്ന് വൈകുന്നേരം ദർശന അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. ഒരുപാട് നേരത്തെ യാത്ര ഉള്ളതുകൊണ്ട് ട്രെയിൻ തന്റെ വീടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അർദ്ധരാത്രിയാവുമെന്നതിനാൽ ദർശനയുടെ അച്ഛൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കാമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ പറയുന്നതിനിടയിൽ JP മൃദുലയോട് ചോദിച്ചു, മൃദുല, നമുക്ക് ഓഫീസിലേക്ക് കയറിയിരുന്നാലോ? ശരി സാർ, അവൾ ഒന്ന് ആലോചിച്ച ശേഷം JPയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. JP പതിയെ തന്റെ ഓഫീസിലേക്ക് നടന്നു. മൃദുലയും JPയുടെ ഒപ്പം തന്നെ നടന്നു. നടക്കുന്നതിനിടയിൽ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു, സാർ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? JP വീണ്ടും പറഞ്ഞു തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ദർശനയുടെ നാട്ടിലെത്തി. അവിടെ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ അച്ഛൻ ഒരു കാറുമായി കാത്തു നിൽക്കുന്നത് ദർശന കണ്ടു. കാറിനടുത്ത് നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ അച്ഛന്റെ അടുത്തേക്ക് ഓടി. പിന്നാലെ ഞാനും നടന്നു ചെന്നു. ദർശന എന്നെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അച്ഛനെ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കാറിൽ നിന്ന് ആരൊക്കെയോ ഇറങ്ങിയത്. രാത്രി ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. അതൊരു ചതിയായിരുന്നെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മോളുടെ പ്രേമമറിഞ്ഞ അച്ഛൻ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകളുമായി കാറിൽ കാത്തിരിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയവർ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. ആദ്യത്തെ അടി തലയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വീണു പോയിരുന്നു. കൊല്ലണ്ട, അടിച്ചു പണിയാക്കിയിട്ട് ആ കാട്ടിലേക്ക് എങ്ങാനും എറിഞ്ഞുകളാ, അവളുടെ അച്ഛൻ പറയുന്നത് എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ ദർശന പ്രാണനെ പോലെ സ്നേഹിച്ച അവളുടെ അച്ഛൻ മോളുടെ പ്രണയം അറിഞ്ഞപ്പോൾ വില്ലനായി മാറി. അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ മാത്രം ശേഷി എന്റെ ദർശനയ്ക്കില്ലായിരുന്നു. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അലറിക്കരയുന്ന അവളുടെ കരച്ചിൽ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. അല്പനേരം എന്തൊക്കെയോ അവിടെ സംഭവിച്ചു. അവരെന്നെ വേണ്ടുവോളം ഉപദ്രവിച്ചു. ശരീരത്തിലും തലക്കുമേറ്റ മാരകമായ മുറിവുകളുമായി അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന എന്നെ കണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ദർശൻ അവരുടെ കൈകളിൽ നിന്നും കുതറി ഓടി. നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ പ്രാണപ്രിയനെ അവളുടെ 2 കൈകൾ കൊണ്ടും വാരിപ്പുണർന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛനും കൂട്ടരും ചേർന്ന് അവളെ അവിടെ നിന്നും ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു.
എന്റെ മുന്നിൽ കൂടി അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കാറിൽ കയറ്റുന്നത് അനങ്ങാൻ പോലും വയ്യാതെ നിസ്സഹായനെ പോലെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്റെ ബോധം പതിയെ നഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാതി അടഞ്ഞ എന്റെ കണ്ണുകളിൽ കൂടി ദർശനയെയും കൊണ്ട് അതിവേഗം എന്നിൽ നിന്നും ദൂരേക്ക് പോയി മറയുന്ന ആ കാർ ഞാൻ നിറകണ്ണുകളോടെ നോക്കി നിന്നു. അപ്പോഴേക്കും എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ എന്റെ ബോധം പൂർണ്ണമായും ഇല്ലാതെയായി. റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ബോധമില്ലാതെ കിടന്ന എന്നെ ആരൊക്കെയോ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എനിക്ക് ബോധം വരുമ്പോൾ 4 ദിവസം കഴിഞ്ഞിരുന്നു. ബോധം വന്നപ്പോൾ ബെന്നിയും അമ്മയും എന്റെ അരികിലുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചവർ എന്റെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് അവരെ വിളിച്ചു പറഞ്ഞതാണ്. കണ്ണു തുറന്നപ്പോൾ ഞാൻ ബെന്നിയോട് ആദ്യം പറഞ്ഞത് എന്റെ കൂടെ ദർശന ഉണ്ടായിരുന്നു എന്നാണ്. അവളെ അവര് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ബെന്നി എന്നെ ആശ്വസിപ്പിച്ചു. അവന്റെയും അമ്മയുടെയും കണ്ണുകളിൽ വലിയൊരു സങ്കടം എനിക്ക് കാണാമായിരുന്നു. ഞാൻ അപകടം പറ്റിക്കിടക്കുന്നത് കൊണ്ടുള്ള സങ്കടമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എങ്ങനെയെങ്കിലും ദർശനയെ കോണ്ടാക്ട് ചെയ്യണമെന്നും അവളെ എനിക്ക് വേണമെന്നും അവളെ വിട്ടുകൊടുക്കാൻ വയ്യെന്നും ഞാൻ ബെന്നിയോടും അമ്മയോടും കരഞ്ഞു പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവർ തന്ന മറുപടി എന്റെ ദർശന പോയെന്നാണ്. അവരെന്നെ അടിച്ചിട്ട് അവളെ ബലമായി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവൾ കരുതിയത് ഞാൻ മരിച്ചെന്നാണ്. ഞാനില്ലാത്ത ലോകത്ത് അവളും വേണ്ടെന്ന് തോന്നിക്കാണും. അവൾ ആ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. ദേഹത്തൊന്നും പരിക്കില്ലായിരുന്നു അത്രേ, തല മാത്രം കൂർത്ത കരിങ്കല്ലിൽ ഇടിച്ചുപോയി. എന്റെ ദർശന എന്നെ വിട്ടുപോയി. JP അത് പറയുമ്പോഴേക്കും അവന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. മൃദുലയ്ക്ക് കാണണ്ടേ എന്റെ ദർശനയെ? മൃദുലയെ കണ്ട നാൾ മുതൽ ഞാൻ മൃദുലയെ നോക്കുന്നത് എന്റെ ദർശനയുടെ കണ്ണുകൾ പോലെ തോന്നിയിട്ടാണ്. ദാ നോക്ക്, അവൻ അവന്റെ ക്യാബിനിലുള്ള ഡോർ വലിച്ചു തുറന്നു. അത് തുറന്നതും അവൾ കണ്ടു. അതിനകത്തുള്ള ചുമരിനോളം വലിപ്പമുള്ള വലിയ ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്ന JPയുടെ എല്ലാമായ ദർശനയെ. ഒപ്പം നിറയെ ഫോട്ടോകളാണ് ആ മുറിയിൽ. ആ ഫോട്ടോ കണ്ടതും അവളൊന്ന് മെല്ലെ കാൽപാദങ്ങൾ എടുത്തു വെച്ച് ആ മുറിയിലേക്ക് കയറി. അല്പനേരം അവൾ അവിടെ തന്നെ നിന്നുപോയി. JP അപ്പോൾ അവന്റെ നിറഞ്ഞു വന്ന കണ്ണു തുടയ്ക്കാൻ പാടുപെടുകയായിരുന്നു. എന്നാൽ മൃദുല അത് കണ്ട് ഷോക്കേറ്റ പോലെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സാർ, ഇത് അവളുടെ സ്വരം ഇടറാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് JPയുടെ മുഖത്തേക്ക് നോക്കി. സാർ, ഈ ചേച്ചിയാണ് എനിക്ക് കണ്ണ് തന്നത്. കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന എനിക്ക് കണ്ണ് ദാനം തന്നത് ഈ ചേച്ചിയാണ്. ഞാൻ കാഴ്ച വന്നപ്പോൾ ആദ്യം കണ്ട ഫോട്ടോ ഇതാണ്. സാറിനറിയാത്തൊരു കാലം എനിക്കുണ്ട്. 15 വയസ്സുവരെയും കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എനിക്ക്. 10 വർഷം മുൻപാണ് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. എനിക്ക് കാഴ്ച കിട്ടിയത്. ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഞാൻ അമ്മയോടും ഡോക്ടറോടും ഒന്നേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ലോകം കാണുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ, എനിക്ക് കാഴ്ചയുടെ വെളിച്ചം തന്നിട്ട് പോയ ആ ചേച്ചിയുടെ ഫോട്ടോ ആണെന്ന്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ അവരെന്നെ കാണിച്ചതും ദർശന ചേച്ചിയുടെ ചിരിക്കുന്ന ഫോട്ടോ ആണ്. പക്ഷേ അത് സാറിന്റെ ദർശനയായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് ആ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. സാറിന്റെ ദർശനയുടെ കണ്ണുകളാണോ സാർ എന്റേത്? അവൾ അത് പറഞ്ഞപ്പോൾ JP ഷോക്കേറ്റ പോലെ നിൽക്കുകയായിരുന്നു. ദർശന, എന്റെ ദർശന! അത് കേട്ടതും അവൻ മറ്റൊന്നും നോക്കാതെ ആ മുറിയിൽ വെച്ച് മൃദുലയെ കെട്ടിപ്പിടിച്ചു. അവൻ കണ്ണെടുക്കാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി. അവന്റെ കണ്ണുകൾ രണ്ടും അപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തു കൂടി ഒന്ന് തലോടി. എന്റെ ദർശനയുടെ കണ്ണുകളായിരുന്നു ഇത്. ഈ കണ്ണുകളിലൂടെയാണോ മൃദുല എന്നെ കാണുന്നത്? അത് പറഞ്ഞ് അവളുടെ കണ്ണിന് മുകളിലേക്ക് പെട്ടെന്ന് ഉമ്മ വെച്ചു. അവൻ അവളുടെ 2 കണ്ണുകളിലും മാറി മാറി ഉമ്മ വെക്കുമ്പോൾ അവളുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. അവന്റെ ചുണ്ടിനാൽ അവളുടെ കണ്ണുകളെ അവനെ കൊണ്ടാവും വിധം അവൻ ഉമ്മകൾ കൊണ്ട് മൂടി. ആ കണ്ണിൽ അവന് കാണാമായിരുന്നു അവന്റെ ദർശനയുടെ പ്രണയത്തോടെയുള്ള നോട്ടം. മൃദുല, നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ ആത്മാവിനോട് ബന്ധിപ്പിച്ച എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ നിന്നെ അന്നൊക്കെ കണ്ണെടുക്കാതെ നോക്കി നിന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്റെ ദർശന, അവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല. പകരം ഇനി ജന്മം മുഴുവൻ ഈ കണ്ണ് കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാമല്ലോ. അവൻ അത് പറഞ്ഞ് വീണ്ടും അവളുടെ കണ്ണിലേക്ക് ഉമ്മ വെച്ചു. അവളെ ഒന്ന് അവനോട് ചേർത്ത് മുറുക്കി. അവളുടെ മാറുകൾ അവന്റെ നെഞ്ചിനോട് ഞെരിഞ്ഞമർന്നു. അവന്റെ ശക്തിയായ പിടുത്തത്തിൽ അവൾ ഒന്ന് പിറകിലേക്ക് പോയി. അവന്റെ വികാരങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ അവൾ നിലത്തിരുന്നു പോയി. അവൻ അപ്പോൾ നിലത്തിരുന്ന് അവളെ വാരിപ്പുണർന്നു. അവളുടെ കഴുത്തിൽ അവന്റെ മുഖമമർന്നു. അവൾ അറിയാതെ അവന്റെ മുടിയകളിൽ ചേർത്ത് മുറുക്കി. ആ നിലത്തിരുന്ന് 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് വാരിപ്പുണരുകയായിരുന്നു. അപ്പോൾ വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവൻ അപ്പോൾ കാണാമായിരുന്നു ആ കണ്ണുകളിൽ ദർശനയുടെ ആഴമാർന്ന പ്രണയത്തെ. ആ ആഴമാർന്ന പ്രണയത്തോടു കൂടെ തന്നെ അവൻ അവളെ വാരിപ്പുണർന്നു. ഒന്നും മറ്റൊന്നിനും പകരമാവില്ല. എങ്കിലും ഇനിയുള്ള കാലം അത്രയും അവളുടെ കണ്ണുകൾ കണ്ട് അവൻ സന്തോഷിക്കട്ടെ.
വരും ജന്മത്തിൽ ഒന്നാകുമെന്ന പ്രതീക്ഷയോടെ മൃദുലയെ അവന്റെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരുമ്പോൾ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവന്റെ ദർശന അവരെ ആശീർവദിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിലൂടെ ഇനി അവന്റെ ദർശന ജീവിക്കും. അവന്റെ എല്ലാമായി